സിനിമാ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടുപോകൽ, ആശങ്ക നീണ്ട മണിക്കൂറുകൾ. ഒടുവിൽ കൊണ്ടോട്ടി പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെ മോചിപ്പിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് ഷാലുവിനെ കൊണ്ടോട്ടി പുളിക്കലിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. കാറിലെത്തിയ 5 അംഗ സംഘം ഷാലുവിനെ വട്ടമിട്ട് പിടിച്ച് ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാരൻ മുഖേനയാണ് പോലീസ് വിവരമറിയുന്നത്. CCTV ദൃശ്യം പരിശോധിച്ച് വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തി. ഒടുവിൽ കിഴിശ്ശേരിയിലെത്തി. മൻസൂർ അലി എന്നയാളുടെ ആളൊഴിഞ്ഞ വീട്ടിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു മുഹമ്മദ് ഷാലു. ക്രൂരമായ മർദ്ദനമേറ്റ് അവശ്യ നിലയിലായിരുന്നു. പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. ഒരു ഒഴിഞ്ഞൊരു കെട്ടിടത്തിൽ നമ്മുടെ ഈ പിനാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലു എന്നയാളെ കൈകാലുകൾ ബന്ധിപ്പിച്ചും കണ്ണു മൂടിയും വായും മൂടിയും വളരെ മൃതപ്രായനായി മൃഗീയമായി മർദ്ദിച്ച് അവശനായി കിടക്കുന്നതാണ് പോലീസ് കാണുന്നത്. പോലീസിൻ്റെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ, വളരെ ശക്തമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. തുടർന്ന് അയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പറഞ്ഞിട്ടുള്ളതാണ്. 5 അംഗ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലെ 2 പേരെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മോങ്ങം സ്വദേശികളായ നബീൽ, ഇർഫാൻ ഹബീബ് എന്നിവരാണ് അറസ്റ്റിലായത്. വീട്ടുടമ മൻസൂർ ഉൾപ്പെടെ 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. നേരത്തെ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. അവശേഷിക്കുന്ന പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.